ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ട്രാവൽ വിത്ത് സജിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഊട്ടിക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ അലുമിനിയത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ റബ്ബർ ബീഡിങ് ഒക്കെ ഒട്ടിച്ചു. പിന്നെ അതിൻ്റെ അടിയിലൊരു ബ്ലൂ കളർ ബീഡിങ് ഒക്കെ നമ്മൾ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ അപ്ഡേഷൻ വർക്കുകൾ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റയടിക്ക് നമുക്ക് വലിയ വലിയ വർക്കുകളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമ്മുടെ കുക്കിലൊതുങ്ങുന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടീനെ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓട്ടങ്ങളുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. നല്ല സഹകരണത്തോടു കൂടി നല്ല അടിപൊളിയായി നമുക്ക് ട്രിപ്പുകളൊക്കെ പോയി അടിച്ച് പൊളിച്ച് വരാം. അപ്പോൾ കാശിദേ അവിടെ ഡോറൊക്കെ തുറന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. തിക്കും തിരക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ SRK ഹോട്ട് ചിപ്സ് ആൻഡ് ബേക്കേഴ്സിലാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടുള്ളത്. എന്തിനാ വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആവാനും ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഊട്ടിയിലേക്കുള്ള കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാലം അങ്ങോട്ട് കടന്നാൽ അവിടെ നിൽക്കുന്നുണ്ടാവും കുറച്ച് ചേട്ടന്മാർ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ ബോട്ടിലോ പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറ്, ഗ്ലാസ്, പ്ലാസ്റ്റിക് ഗ്ലാസ് അതൊന്നും അങ്ങോട്ട് കടത്താൻ പറ്റില്ല. അപ്പോൾ കടത്താൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കൂടെ ഒരു 100 രൂപ അവർ മേടിച്ചിരിക്കും. ഇതാണ് തമിഴ്നാട്ടിലെ സ്കീമുകൾ. അപ്പോൾ നമ്മൾ അവിടുന്ന് ആ ഒരു കടമ്പയും കടന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കെട്ടിക്കണു വഴിയിൽ നിറച്ച് ബ്ലോക്ക്. വേറൊന്നുമില്ല, നല്ല യമണ്ട നല്ല അടിപൊളി കാട്ടികൾ റോട്ടിൽ നിൽക്കുകയാണ്. കാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാട്ടുപോത്ത്. പക്ഷെ കാട്ടുപോത്തിനെ ശരിക്കും കാട്ടുപോത്ത് എന്നല്ല, കാട്ടി എന്നാണ് അറിയപ്പെടുന്നത്. പശുവർഗ്ഗത്തിൽ പെടുന്ന ഒരു വസ്തു ആയതുകൊണ്ട്, അല്ല ഒരു ജീവി ആയതുകൊണ്ട്. അപ്പോൾ ഈ 2 മുതലിനെ അവിടെ നിന്ന് മാറ്റാനായിട്ട് വണ്ടിയിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട്, നമ്മുടെ വണ്ടിയിൽ നിന്നല്ല വേറെ വണ്ടികളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയിട്ട് വെള്ളം ഒഴിക്കലും കല്ലെടുത്തരലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരു കൂസലുമില്ല, അവരിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ മാറി, പിന്നെ മറ്റാൾ കുറച്ച് കഴിഞ്ഞാൽ മറ്റാളും മാറി. പക്ഷെ നിപ്പ് അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ ആ വഴിയോടെ അങ്ങോട്ട് കടന്നു. അപ്പോൾ നിൽക്കണ 2 ബാഹുബലികളാണ് നിൽക്കണു. ബാഹുബലി ക്യാരക്ടേഴ്സാണ് നിൽക്കണത്. അവർ നല്ല തണുപ്പത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. മൂക്കിയൂടെയൊക്കെ പുക വരുന്നുണ്ട് ഓരോരുത്തരുടെ. അത് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വീഡിയോ അതിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ നോക്കി കണ്ട മൂക്കുന്നൊക്കെ പുക പോകണം കണ്ട. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അവർ നിന്നു. അപ്പോൾ ഏകദേശം നമ്മൾ നേരം വെളുക്കുന്നതോടുകൂടി നമ്മൾ നമ്മുടെ ഊട്ടി മഹാരാജ ഹോട്ടലിലെത്തി. മഹാരാജ ഇപ്പോൾ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഊട്ടിയിലെ രാജാവാണ് മഹാരാജ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും മഹാരാജയിലാണ് റൂമും ഫുഡൊക്കെ കൊടുക്കുക. എപ്പോൾ പോയാലും നമുക്ക് ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് ഹോട്ടൽ മഹാരാജ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറും നമ്മളവിടെ കൊടുക്കാം. നല്ല തിരക്കാണ് ഊട്ടിയിൽ ഗായ്സ്. അപ്പോൾ നമ്മളിത് നമ്മുടെ കർണാടക ഗാർഡൻ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പോൾ ലൈക്കിലേക്ക് വന്നു. അപ്പോൾ ലൈക്കിൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലമില്ല. അപ്പോൾ നമ്മളിത് റോഡ് സൈഡിൽ വണ്ടി ഇട്ടിരിക്കുകയാണ്. കാണുന്ന വണ്ടികളൊക്കെ നമ്മൾ റോഡ് സൈഡിലുണ്ട്. നോ രക്ഷ. എല്ലാവരും ഇങ്ങനെ കിടപ്പാണ്. നമ്മൾ റോഡ് സൈഡിൽ ഇട്ടുണ്ട്. സ്ഥലം കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മുടെ പാർട്ടിക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിറാജിക്കയുടെ വണ്ടി ഒരു പാക്കേജ് ട്രിപ്പായിട്ട് വന്നിട്ടുണ്ട്. അമല ഹോസ്പിറ്റലിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹരിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മുടെ കാശിനാഥ് അവൻ്റെ പുതിയ iPhone 15 എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നമ്മുടെ വണ്ടിയുടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കാശിനാഥ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുറത്തേക്ക് ഒരുപാട് പേർക്ക് വണ്ടികളുടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവനറിയാം, പേഴ്സണലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അവൻ്റെ ഇൻസ്റ്റയിൽ അത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അവനത് എഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇവരാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ യാത്രക്കാരായിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് ട്രിപ്പൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ട്രീ ഫാക്ടറിക്ക് പോകുന്ന വഴിക്ക് നമ്മൾ മറ്റൊരു കാഴ്ച കണ്ടു. വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ മേടിക്കാനായിട്ട് നമ്മുടെ തമിഴ്നാട് ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പാർക്കിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള വണ്ടികളൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഒരുപാട് സ്കൂള് കോളേജ് പാക്കേജ് ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.